learners. Welcome to Eager Learning. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്, നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസവും അതുപോലെ തന്നെ അവസാനിക്കുന്ന ദിവസവും ഓരോരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത്തവണത്തെ ടൈം ടേബിളിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ 9-ാം തീയതി വരും എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ 9-ാം തീയതി വരുമെന്ന് നമ്മളോട് പറഞ്ഞ എക്സാം 9-ാം തീയതി നടക്കില്ല ഗൈസ്. അതെ, 9th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചില ആളുകൾ വിചാരിക്കും എക്സാം ചിലപ്പോൾ നീട്ടിട്ടുണ്ടാവും, കുറെ സമയമുണ്ട്, റിലാക്സ് ചെയ്ത് പഠിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും തെറ്റി. അതെ ഗൈസ്, അവിടെയും നമുക്ക് ട്വിസ്റ്റ് വന്നു. നമുക്ക് എക്സാമിന്റെ ടൈം ടേബിൾ എടുത്ത് നോക്കിയാലും നമുക്ക് സബ്ജക്റ്റുകളുടെ ഇടയിൽ അധികം ലീവ്സ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ എക്സാംസ് വരുന്ന ദിവസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മാം അവർക്ക് 17, 18, 19 അവർക്ക് ഈ 2 പരീക്ഷകളാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതും അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് അവർക്ക് പഠിച്ചെഴുതേണ്ടത്. സോ ഇതൊക്കെ എന്താണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ടാസ്ക് ആണ്. പക്ഷെ വിഷമിക്കേണ്ട, ഏകൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതേപോലെ ലേറ്റസ്റ്റ് കംപ്ലീറ്റ് അപ്ഡേറ്റ്സ്, നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡിലേയും ഇല്ലാതെയാണ് നമ്മൾ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇതൊരു വമ്പൻ ന്യൂസ് ആണല്ലേ, ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പണി കിട്ടി, ഇന്ന ദിവസം ഇന്ന എക്സാം ആണ്, നമ്മൾ പെട്ടു ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവരും അറിയട്ടെ. കാരണം ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോഴേ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിലേ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. എല്ലാ സപ്പോർട്ടും നമ്മുടെ ഏകന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതിന് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങളിലേക്ക് കാര്യങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെയറിങ്ങും ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യുന്നതിന്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞു ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആണ് നമ്മുടെ ടൈം ടേബിൾ. ഇപ്പോഴേ നമ്മൾ ഫുൾ പ്ലാനിൽ ഇരുന്നാലേ നമുക്ക് ഇത് ഈസി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ നോക്കാം അല്ലെ. 11-ാം തീയതിയാണ് നമ്മുടെ എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11th അതായത് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ടൈം നോക്കിയാൽ 11, 12, 13 എക്സാം ആണ്. പിന്നെ നമുക്കൊരു 3 ദിവസം ഗ്യാപ്പ്, 13, 14, 15 ഇവർക്ക് 13 ഇല്ല കേട്ടോ. 13, 14, 15 ആണ് നിങ്ങൾക്ക് ലീവ് വരുന്നത്, ഒരു 3 ദിവസം. പിന്നെ അതിനുശേഷം ടാസ്ക് ആണ് മക്കൾ. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് 8, 9, 10 ടൈം ടേബിൾ ആണ്. നമുക്ക് നമ്മുടെ ടൈം ടേബിൾ മാത്രമായിട്ട് എടുത്ത് നോക്കാം. 11-ാം തീയതി ബുധനാഴ്ച നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ലാംഗ്വേജ് ഒക്കെ ആണ്, കംഫർട്ടബിൾ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. ഇവര് 9-ാം തീയതി നടക്കുന്നു പറഞ്ഞു, നടന്നില്ല. ടൈറ്റ് ഷെഡ്യൂൾ ആണ്. ആദ്യത്തെ പരീക്ഷ സോഷ്യൽ സയൻസ്. ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മക്കൾക്ക് കുറച്ചും കൂടി കംഫർട്ട് ആണ് അല്ലെ, നമ്മളൊന്ന് കൂൾ ആയിട്ട് മെയിൻ എക്സാംസ് ലൈക്ക് സബ്ജക്ട് എക്സാംസ് വരാൻ ടൈം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു റിലാക്സേഷനിലാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുക. സംഭവം ശരിയാണ്, ലാംഗ്വേജസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് തന്നെയാണ്, നന്നായിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്, ഒരുപാട് എഴുതേണ്ട സബ്ജക്ട്സ് ആണ്. പക്ഷെ എന്നാൽ പോലും കുട്ടികൾ കുറച്ചും കൂടി കംഫർട്ട് സോൺ, നമ്മൾ കഥകളൊക്കെ വായിച്ച് എഴുതേണ്ട ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇതുപോലത്തെ ലാംഗ്വേജസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർ കംഫർട്ട് ആയിരുന്നു, കോൺഫിഡൻസ് വെക്കും, ആ ഒരു പാറ്റേണിൽ കയറാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ, അത് രാവിലെ 10 മണിക്ക് നമ്മുടെ സോഷ്യൽ എക്സാം തുടങ്ങും. മോർണിംഗ് 10 o'clock നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താ ഏത് എന്നുള്ള എല്ലാ കംപ്ലീറ്റ് സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് 100% ഉണ്ടായിരിക്കും. ഞങ്ങളെ വിശ്വസിച്ച കൂടെ നിൽക്കുന്ന ഒരു കുട്ടീനെ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, സങ്കടപ്പെടുത്തുക, റിഗ്രറ്റ് ചെയ്യിപ്പിക്കുക. ഞങ്ങളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓണം എക്സാമിന് അത് കണ്ടതാണ്. ഏകന്റെ ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മുടെ സപ്പോർട്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങളെ കൂടെ നിന്ന് പ്രിപ്പയർ ചെയ്ത മക്കൾക്ക് അറിയാം. നമ്മൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏരിയാസ് കവർ ചെയ്യാൻ പറഞ്ഞ ആ ഏരിയാസിൽ നിന്ന് തന്നെ എസ്സേകളായിട്ടും അതുപോലെ തന്നെ 4, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് മാർക്സിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവരെ കുട്ടികളുടെ എക്സാം നന്നായിട്ട് എഴുതി എന്ന് പറയുന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമും നമ്മൾ അടിപൊളിയായിട്ട് എഴുതണം. നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് പോകുള്ളൂ, നല്ല ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് മാർക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 12-ാം തീയതി നോക്കാം. 12-ാം തീയതി നിങ്ങൾ എഴുതാൻ പോകുന്നത് 2 പരീക്ഷയാണ്. ഏതൊക്കെയാണ് മാം? അതും ഒട്ടും ഗ്യാപ്പില്ലല്ലേ. 11-ാം തീയതി സോഷ്യലിന്റെ എക്സാം കഴിഞ്ഞ് 12-ാം തീയതി പിന്നെ 2 എക്സാംസ്. രാവിലെ നമുക്ക് ഹിന്ദിയുടെ എക്സാം, രാവിലെ 10 മണി മുതൽ 11:15 വരെ ഹിന്ദിയുടെ എക്സാംസ്. പിന്നെ നമുക്ക് ഉച്ചക്ക് വരുന്നത് ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്താണ്, ഓരോരോ സബ്ജക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും എക്സാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എഴുതുക കേട്ടോ.
പിന്നെയാണ് ഇവർക്ക് ഒരു ബ്രേക്ക് ഉള്ളത്, ഒരു 13, 14, 15 ഈ 3 ദിവസം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഉണ്ട്. 16-ാം തീയതി തിങ്കളാഴ്ച മാത്സ് പരീക്ഷയാണ്. അതെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടോ, ഈ പറഞ്ഞ 3 ദിവസം എന്ന് പറയുന്നത് മാത്സ് മാത്രം പഠിക്കാനുള്ള ദിവസമല്ല. കാരണം നിങ്ങൾ ഈ 16 കഴിഞ്ഞാല് 17, 18, 19 നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ എന്താ പ്രത്യേകത. മാത്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടക്കുന്നത് മുഴുവൻ കോർ സബ്ജക്റ്റുകളാണ്. അതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഈ 2 സബ്ജക്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. ഇറ്റ് ഇസ് എ വെരി ബിഗ് ടാസ്ക്. കാരണം നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ ഒരുപാടുണ്ട്, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് മക്കളെ എടുത്തു പറയുന്നത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ക്ലാസ്. പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം തോന്നണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചു ടൈം ടേബിൾ മാറ്റം വരുമെന്ന് പറയാൻ നിൽക്കായിരുന്നു. അല്ലല്ല, ഉണ്ടാവില്ല ഗൈസ്, ഉണ്ടാവില്ല. മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഇത് തന്നെ മുന്നിൽ കണ്ട് പ്രിപ്പയർ ചെയ്യാം. യെസ്. അപ്പൊ നമുക്ക് എന്താണ് 17-ാം തീയതി നമുക്ക് പറഞ്ഞു, അല്ല സോറി 16-ാം തീയതി മാത്സ് ആണ് പരീക്ഷ, രാവിലെയാണ് എക്സാം. 17-ാം തീയതി നമുക്ക് കെമിസ്ട്രിയും ഉണ്ട്, ഫിസിക്സും ഉണ്ട്. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരമായിട്ട് 2 മെയിൻ എക്സാംസ് ഉണ്ട്. ഒരുപാട് പഠിക്കാനുള്ള 2 സബ്ജക്റ്റുകളാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. സോ കെമിസ്ട്രിയും ഫിസിക്സും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ 18-ാം തീയതി ബുധനാഴ്ച ഇംഗ്ലീഷ് എക്സാമും ബയോളജി. അതെങ്ങനെ ഇംഗ്ലീഷ് ബയോളജി ഒരു കോംബോ ആയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല കോമ്പോസ് ആയതുകൊണ്ട് ലൈവ് കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആവും. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. 18-ാം തീയതി ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇംഗ്ലീഷാണ് രാവിലെ, ഇംഗ്ലീഷ് രാവിലെ, ബയോളജി നമുക്ക് ഉച്ചക്കാണ്. 19th നമുക്ക് വരുന്നത് 2 ലാംഗ്വേജസ് അല്ലെ, ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2. അതായത് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും എക്സാം ആണ്. അതും ഒരു ടാസ്ക് ആണ്. ഒരുപാട് എഴുതി ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് എഴുതാനുള്ള എക്സാം ആണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം, ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ പോലും ഇപ്പോഴേ നിങ്ങൾ പ്ലാനോട് കൂടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് എക്സാം സമയത്ത് സ്ട്രെസ് ഇല്ലാതെ. എത്ര ഡിഫിക്കൽട്ട് ആണ് നിങ്ങളുടെ ടൈം ടേബിൾ എങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇവർ എന്ത് ചെയ്യണം, നിങ്ങൾ ഏകണ്ട് ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനി വരാൻ പോകുന്ന എല്ലാ ലൈവും ഇമ്പോർട്ടന്റ് ലൈവ് ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം പാറ്റേണിന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കുട്ടികളുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ലൈവ് അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ലൈവ് ക്ലാസ്സസ് മാത്രമല്ല നമ്മുടെ കോണ്ടന്റ് വീഡിയോസ്, ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചാനലിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ത് ന്യൂസ് വന്നാലും അത് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് അത് ഏകൻ തന്നെയാണ്. അത് ഏകന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഏകൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ നോക്കുക. നമ്മള് എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡിലേ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനമാണ്. അപ്പൊ അതേപോലെ തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എക്സാം നടന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് 20-ാം തീയതിക്കായിരിക്കും മാറ്റിവെക്കുന്നത്. അപ്പൊ 20-ാം തീയതി എക്സാം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. 19-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ദിവസം 20-ാം തീയതി ആണ്. പിന്നെ നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥമായിട്ട് ക്രിസ്മസ് വെക്കേഷൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് വെക്കേഷൻ എൻജോയ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്മസ് എൻജോയ്മെന്റ് ഇല്ല, ഇപ്പൊ ക്രിസ്മസ് എക്സാം മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ടൈം എടുത്ത് എൻജോയ് ചെയ്യാം. വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ, നന്നായിട്ട് തന്നെ പേസ് ചെയ്യാൻ പറ്റട്ടെ വിത്ത് ഫുൾ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം കണ്ട് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.